1940 മുതൽ 90 വരെ USSR അഥവാ സോവിയറ്റ് യൂണിയനും അമേരിക്കയും തമ്മിൽ മത്സരത്തിലായിരുന്നു. ക്യാപിറ്റലിസം കമ്മ്യൂണിസം തമ്മിലുള്ള ഈ മത്സരം പക്ഷെ യുദ്ധത്തിലേക്കൊന്നും പോയില്ല. അതുകൊണ്ട് തന്നെ ഇതിന് ശീതയുദ്ധം അല്ലെങ്കിൽ കോൾഡ് വാർ എന്നാണ് പറയുന്നത്. ഈ കാലഘട്ടത്തിൽ ടെക്നോളജി ഒന്നും ഇന്നത്തെ പോലെ ഡെവലപ്ഡ് ആയിരുന്നില്ല. അതുകൊണ്ട് തന്നെ എസ്പിയോണേജ് അല്ലെങ്കിൽ ചാരപ്രവർത്തികളിലൂടെയാണ് ഇവർ പല നിർണായക തെളിവുകളും അറിവുകളും ചോർത്തിയിരുന്നത്. ഇനി ഇതും നമ്മുടെ ചാനലായിട്ട് എന്താ ബന്ധം എന്ന് ചോദിച്ചാൽ, ഇവർ ഒരുപാട് മൃഗങ്ങളെയും ഈ പ്രവൃത്തിക്ക് വേണ്ടിയിട്ട് ഉപയോഗിച്ചിരുന്നു. ഇങ്ങനെ ഇവരുടെ ഓപ്പറേഷൻസിന് വേണ്ടി ഉപയോഗിച്ച മൃഗങ്ങളെ കുറിച്ചുള്ള ചില രസകരമായ കാര്യങ്ങളാണ് ഈ വീഡിയോയിൽ. ഇവരുടെ ക്രിയേറ്റിവിറ്റി രസകരമായിരുന്നു, പക്ഷേ ഈ മൃഗങ്ങൾക്ക് രസകരമായ അനുഭവമാവാൻ യാതൊരു സാധ്യതയില്ല. എൻ്റെ പേര് ഡോക്ടർ മേഘ വിൽസൺ. ഞാനൊരു വെറ്റനറിയൻ ആണ്. ആനിമൽ റിലേറ്റഡ് അല്ലെങ്കിൽ വെറ്റനറി റിലേറ്റഡ് കണ്ടന്റ് നിങ്ങൾക്ക് ഇഷ്ടമാണെങ്കിൽ ഡു ഫോളോ മൈ ചാനൽ ദ വെറ്റ് വോയേജസ്. ആയിരത്തി 1960 CIA നടത്തിയിരുന്ന ഒരു രഹസ്യ ഓപ്പറേഷൻ ആയിരുന്നു പ്രൊജക്ട് അക്കോസ്റ്റിക് കിറ്റി. അയൻ, തനിയൊരുവൻ ഇങ്ങനെയുള്ള സിനിമകളിലൊക്കെ നമ്മൾ ബഗ് ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. മറ്റുള്ളവരുടെ സംസാരം ഒരു ഒളിപ്പിച്ച് വെച്ച മൈക്രോഫോണിലൂടെ നമ്മൾ മറ്റൊരു സ്ഥലത്ത് ഇരുന്ന് കേൾക്കുന്നതിനെയാണ് ബഗ്ഗിങ് എന്ന് പറയുക. ഒരു ഓഫീസിൽ അല്ലെങ്കിൽ ഒരു റൂമിൽ ബഗ് ചെയ്യാൻ എളുപ്പമാണ്. ഫേർണിച്ചറുകളിലോ അല്ലെങ്കിൽ ഡെക്കോർ ഐറ്റംസിലോ ഈ ബഗ് ഒളിപ്പിക്കാൻ അല്ലെങ്കിൽ ഈ കുഞ്ഞു മൈക്രോഫോൺ ഒളിപ്പിക്കാൻ എളുപ്പമാണ്. പക്ഷെ ഒരു പാർക്ക് പോലെയുള്ള തുറന്ന സ്ഥലങ്ങളിൽ ബഗ് ചെയ്യുക എന്ന് പറഞ്ഞത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. അതിനു വേണ്ടിയിട്ട് ഇവർ ഡെവലപ്പ് ചെയ്ത ഒരു പ്രൊജക്റ്റ് ആയിരുന്നു ഇത്. പാർക്ക് പോലെയുള്ള തുറന്ന സ്ഥലങ്ങളിൽ ബഗ് ചെയ്യുന്ന സമയത്ത് ആളുകൾക്ക് സംശയം തോന്നുന്ന രീതിയിലുള്ള ഒന്നും തന്നെ ഉപയോഗിക്കാൻ പറ്റില്ല. അതുകൊണ്ട് തന്നെ പാർക്കുകളിൽ സ്ഥിര സാന്നിധ്യമായ പൂച്ചകളെയാണ് CIA ഈ ബഗ്ഗിങ്ങിന് വേണ്ടി ഉപയോഗിച്ചത്. ഇതിനു വേണ്ടി സർജിക്കലി ഒരു പൂച്ചയുടെ ചെവിക്കകത്ത് മൈക്രോഫോൺ ഫിറ്റ് ചെയ്ത് തലച്ചോറിന് താഴെയായി അതിന്റെ റേഡിയോ ട്രാൻസ്മിറ്റർ ഫിറ്റ് ചെയ്ത് എന്നിട്ട് രോമത്തിന് താഴെയായി നേർത്ത വയറുകൊണ്ടുള്ള ആന്റിനകൾ ഘടിപ്പിച്ച് വാഷിംഗ്ടണിലുള്ള സോവിയറ്റ് എംബസിയിലേക്ക് പറഞ്ഞയച്ചു. പക്ഷെ പൂച്ച സാറിന് നമുക്കറിയാം, നമ്മൾ ഓൾറെഡി പൂച്ചകളുടെ ബിഹേവിയറിനെ കുറിച്ച് ഒരു വീഡിയോ ചെയ്തതാണ്. അവരുടെ ഇൻസ്റ്റിങ്സിനെ കൺട്രോൾ ചെയ്യാൻ ഒരിക്കലും മനുഷ്യരെ കൊണ്ട് പറ്റില്ല എന്നും നമ്മൾ ആ വീഡിയോയിൽ പറഞ്ഞിരുന്നു. അതുപോലെ തന്നെ ഈ റഷ്യൻ എംബസിയിലേക്ക് അയച്ച ഈ പൂച്ച ഇവർ ഉദ്ദേശിച്ച സ്ഥലങ്ങളിലേക്കൊന്നല്ല പോയത്. വഴി മാറിപ്പോയ ഈ പൂച്ചയെ ടാക്സി ഇടിച്ച് അത് മരിച്ചു പോവുകയും ചെയ്തു. ഏകദേശം $20 മില്യൺ ഈ ഒരു പ്രോജക്റ്റിന് വേണ്ടിയിട്ട് CIA ചെലവഴിച്ചത്. CIAയുടെ ഏറ്റവും ക്രിയേറ്റീവ് ആയിട്ടുള്ളതും അതുപോലെ തന്നെ ഏറ്റവും മണ്ടത്തരമായിട്ടുള്ള ഒരു പ്രോജക്റ്റ് ആയിട്ടാണ് ഇന്ന് പ്രൊജക്ട് അക്കോസ്റ്റിക് കിറ്റി അറിയപ്പെടുന്നത്. മെറൈൻ മാമൽസ് ആയിട്ടുള്ള സീൽ, സീ ലയൺ, ഡോൾഫിൻ, വെയിൽ ഇതിനൊക്കെ ഉപയോഗിച്ച് നടത്തിയിട്ടുള്ള മറ്റൊരു CIA ഓപ്പറേഷനാണ് മെറൈൻ മാമൽ പ്രോഗ്രാം. പ്രധാനമായിട്ടും മുങ്ങിക്കപ്പലുകളുടെ സാന്നിധ്യം മനസ്സിലാക്കാനാണ് ഇതുപോലെയുള്ള സീ മാമൽസിനെ ഉപയോഗിച്ചു പോകുന്നത്. പ്രൊജക്ട് ഓക്സിഗ്യാസ് എന്ന പേരിൽ ഓഫ് ദ റെക്കോർഡായിട്ട് ഈ മെറൈൻ മാമൽസിനെ കൊണ്ട് മൈൻ ഡിറ്റക്ഷൻ നടത്തുന്നതായിട്ടും സോവിയറ്റിനെ മുങ്ങിക്കപ്പലുകളൊക്കെ നശിപ്പിക്കാൻ വേണ്ടിയിട്ട് ബോംബ് കാരിയേഴ്സ് ആയിട്ടും ഇവർ ഉപയോഗിച്ചിരുന്നു എന്നാണ് പറയുന്നത്. ആനിമൽ ക്രുവൽറ്റിക്കെതിരെ എത്തിക്സ് കമ്മിറ്റിയൊക്കെ സ്ട്രോങ് ആയതിനെ തുടർന്ന് ഇവരേനെ ഈ ബോംബ് കാരിയേഴ്സ് ആയിട്ട് ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ അവരുടെ ജീവനെ ഭീഷണിയാവുന്ന രീതിയിൽ ഉപയോഗിക്കുന്നതും പിന്നീട് ഇവർ നിർത്തി. പക്ഷെ നേവി ആവശ്യങ്ങൾക്കായിട്ട് മുങ്ങിക്കപ്പലുകളെ കണ്ടെത്താനും അതുപോലെ തന്നെ റെസ്ട്രിക്റ്റഡ് ആയിട്ടുള്ള വാട്ടർ വേസ് ഗാർഡ് ചെയ്യാനും ഒക്കെ ഇപ്പോഴും ഇവർ ഉപയോഗിച്ച് പോരുന്നുണ്ടെന്നാണ് പറയുന്നത്. ഇതുപോലെ മെറൈൻ മാമൽസിനെ ഉപയോഗിക്കുന്നത് ഒരുപാട് കാലം സീക്രട്ട് ആയിട്ടുള്ള കാര്യമായിരുന്നു. പക്ഷെ 2019 നോർവേയിൽ കാണപ്പെട്ടിട്ടുള്ള ഒരു ബെലൂഗ വെയിലാണ് ഈ സീക്രട്ട് പൊളിച്ചത്. വ്ളാഡിമർ എന്ന് പറയുന്ന ഈ വെയിലിന്റെ മേല് കെട്ടിയിട്ടുള്ള ഈ ക്യാമറ ഹാർനസിൽ എക്യുപ്മെന്റ് ഓഫ് സെന്റ് പീറ്റേഴ്സ്ബർഗ് എന്ന് എഴുതി കണ്ടതാണ് ഇതിന് കാരണം. ഈ വെയിൽ ട്രെയിനിങ് കാരണമാണോ എന്നറിയില്ല, ഭയങ്കര ഫ്രണ്ട്ലി ആയിരുന്നു. നോർവേയിലൊക്കെ ഒരു ടൂറിസം തന്നെ ഈ വെയിലിനെ കാണാൻ വേണ്ടി മാത്രം ഡെവലപ്പ് ചെയ്തു വന്നു. അവിടെ മുങ്ങുന്ന ഡൈവേഴ്സിന്റെ കൂടെ നീന്തുക, ഡൈവേഴ്സിന്റെ ഗോപ്രോ ഒക്കെ നഷ്ടപ്പെട്ടു പോയത് താഴെ നിന്ന് എടുത്തുകൊണ്ട് കൊടുക്കുക, ഫെച്ച് കളിക്കുക, ഇതൊക്കെയായിരുന്നു ഈ ബെലൂഗ വെയിൽ പിന്നീട് അവിടെ ചെയ്തുകൊണ്ടിരുന്നത്. അതുകൊണ്ട് തന്നെ വ്ളാഡിമർ കുറച്ച് സമയം കൊണ്ട് തന്നെ അവിടുത്തെ ഒരു ലോക്കൽ സെലിബ്രിറ്റിയായി മാറി. സംശയാസ്പദമായ രീതിയിൽ ഷിപ്പ് ഇടിച്ച് വ്ളാഡിമർ കുറച്ചു കാലത്തിനകം മരിച്ചു പോവുകയാണ് ചെയ്തത്. ഷിപ്പ് ഇടിച്ചതല്ല, ഗൺഷോട്ട് കണ്ടാണ് വ്ളാഡിമർ മരിച്ചതെന്ന് പറഞ്ഞ് നോർവീജിയൻ പോലീസിൽ കംപ്ലൈന്റ് ഒക്കെ പോയിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിന്റെ ഔട്ട്കം എന്തായിരുന്നു എന്നൊന്നും ഇതുവരെയും പുറത്തുവിട്ടിട്ടില്ല.
ഈ ഐഡിയാസ് ഒക്കെ നല്ല ക്രിയേറ്റീവ് ആയിരുന്നെങ്കിലും ഞാൻ ആദ്യം പറഞ്ഞ പോലെ എത്തിക്കലി ഇത് ഒട്ടും കറക്റ്റ് ആയിരുന്നില്ല. മാത്രമല്ല ഈ രണ്ട് ഓപ്പറേഷൻ്റെയും ക്ലൈമാക്സ് ട്രാജഡിയുമാണ്. ഇങ്ങനെ ഒരു ഡിപ്രസിങ് നോട്ടിൽ ഇന്നത്തെ വീഡിയോയുടെ അവസാനിക്കുകയാണ്. ബാക്കി ഓപ്പറേഷൻസ് നമുക്ക് അടുത്ത വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്സ് ഫോർ വാച്ചിങ്.